ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലസ്തീനിലെ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇറാൻ പിന്തുണയ്ക്കുന്ന യമനിലെ അപകടകാരികളായ ഹൂതി തീവ്രവാദികൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ഒരു ചരക്ക് കപ്പലാണ് ഇപ്പോൾ ഈ അപകടകാരികളായ യമനിലെ ഹൂതി വിഭാഗമാകുന്ന തീവ്രവാദികൾ റാഞ്ചിയിരിക്കുന്നത്. ചെങ്കടലിൽ നിന്നാണ് ഹൂതി വിമതർ ഗാലക്സി ലീഡർ എന്ന് പേരുള്ള ഇസ്രായേൽ ചരക്ക് കപ്പൽ തട്ടിയെടുത്തത്. ഇതോടെ ഇതുവരെ പുറത്തുനിന്നും പരസ്യമായി ഇസ്രായേലിനെ വിമർശിച്ച ഇറാനും യുദ്ധത്തിൽ ചേരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇറാൻ ഇസ്രായേലിനെ വിമർശിക്കുകയും അതുപോലെ പ്രത്യക്ഷമായും പരോക്ഷമായും ഖത്തറിനോട് ചേർന്ന് നിന്ന് ധാരാളം തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് നിന്ന് ഹമാസിനെ പിന്തുണയ്ക്കുകയുമായിരുന്നു ചെയ്തു വന്നിരുന്നത്. അത്യന്തം അപകടകരമാണ് ഈ നീക്കം. കാരണം ഇതുവരെ ഇസ്രായേൽ ഗാസ മേഖലയിൽ മാത്രം ഒതുങ്ങിയ ഒരു യുദ്ധം പുതിയ ലോക രാജ്യങ്ങളിലേക്ക് പടരുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ ആശങ്കയോടുകൂടി കാണുന്ന ഒരു വിഷയം. കരുത്തിന്റെ ഭാഷ മാത്രമേ ഇസ്രായേലിനു മനസ്സിലാകൂ എന്നാണ് കപ്പൽ റാഞ്ചിയ ഹൂതി സംഘത്തിന്റെ പ്രധാന വക്താവും മധ്യസ്ഥ ചർച്ചാ പ്രതിനിധിയുമായ നേതാവ് ഒരു ഓൺലൈൻ പ്രസ്താവനയിൽ പറഞ്ഞത്. ചരക്ക് കപ്പലിലെ 25 ഇസ്രായേൽ ജീവനക്കാരെ ബന്ദികളാക്കി പിടിച്ചിരിക്കുകയാണ്. ഇതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് പടരുമോ എന്ന ആശങ്ക പരക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അതേസമയം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് കടക്കാനും ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഭൂഗർഭ അറകൾ ഉണ്ടാക്കി അതുവഴി ആയുധങ്ങളുമായി ഇസ്രായേലിൽ കയറി 1400ഓളം ആളുകളെ കൊലപ്പെടുത്തി 240 പേരെ ബന്ദികളാക്കി ഇത്തരം ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് തന്നെ ഒരു സാഹചര്യം ഒരുക്കിയ വ്യക്തിയാണ് ഹമാസിന്റെ പുലിക്കുട്ടി എന്നറിയപ്പെടുന്ന യഹിയ സിൻവാർ. ഇദ്ദേഹം എവിടെയാണ് എന്ന് ഒരു ഐഡിയയും ഇപ്പോൾ ഇസ്രായേലിനില്ല. ഹമാസിന്റെ കുട്ടി ഹിറ്റ്ലർ എന്നാണ് അറിയപ്പെടുന്ന അനിഷേധ്യനായ ഈ നേതാവ് എവിടെയാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ആ രഹസ്യ തുരങ്കം തകർത്ത് യഹിയ സിൻവാറിനെ വധിക്കുന്നതുവരെ ഇസ്രായേൽ സേന യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് അറിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുറിയിൽ ഹമാസ് നേതാക്കളുടെ പടം നിരത്തി വച്ചിട്ടുണ്ട്. ഇതിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ ഫോട്ടോയിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒരാളുടെ മാത്രം പടത്തിൽ ഇനിയും ചുവന്ന എക്സ് അടയാളം വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇയാളെ കൊലപ്പെടുത്താൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തിയാണ് യഹിയ സിൻവാർ. പണ്ടൊരിക്കൽ തടവുകാരനായി പിടിക്കപ്പെട്ട് ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞിട്ടും പിന്നീട് 1000 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ച കൂട്ടത്തിൽ യഹിയ സിൻവാറും ഉണ്ടായിരുന്നു. ഹമാസ് തടവുകാരനായി പിടിച്ച ഒരു ഇസ്രായേൽ സൈനിക മേധാവിയെ മോചിപ്പിക്കുന്നതിന് പകരമായിട്ടാണ് 1000 പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇസ്രായേലിന്റെ ഒരു സൈനികന്റെ തല ഹമാസിന്റെ 1000 തലകളോളം വിലപ്പെട്ടതാണ്. അങ്ങനെ തന്റെ രാജ്യത്തെ ഓരോ പൗരനും ധാരാളം വില നൽകുന്ന നെതന്യാഹു എന്തുകൊണ്ടാണ് ഇത്തവണ 240 ബന്ദികളെ വിട്ടയക്കാം, നിങ്ങൾ 5 ദിവസം വെടിനിർത്തൂ എന്ന് പറഞ്ഞിട്ട് പോലും അനുസരിക്കാതിരുന്നത്? ഒരു വിട്ടുവീഴ്ചയ്ക്ക്, ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കോ തയ്യാറാകാതിരുന്നത്? അതിന് പിന്നിൽ ഇസ്രായേലിന് അറിയാം. ഇതിനോടകം തന്നെ നല്ലൊരു വിഭാഗം ബന്ദികളെ ഹമാസ് കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയും യുദ്ധം നിർത്തിയാൽ, വെടി നിർത്തിയാൽ നമ്മളെ അവർ ഇല്ലാതാക്കും എന്ന യാഥാർത്ഥ്യം കൃത്യമായി ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് ഈ 1000 പേരെ മോചിപ്പിച്ച് ഒരു ഇസ്രായേൽ മേധാവിയെ മോചിപ്പിക്കാൻ തയ്യാറാകുകയാണ് ഇസ്രായേൽ. ഈ മോചനത്തിന് ശേഷം 2017 യഹിയ സിൻവാർ ഹമാസിന്റെ നേതാവാകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി യഹിയ സിൻവാർ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസിനെ യുദ്ധത്തിനില്ല എന്നും
വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു, സമാധാനപരമായ ജീവിതവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെന്നുമാണ്. തുടർച്ചയായിട്ടുള്ള യഹ്യാ സിൻവാറിന്റെ ഈ സമാധാനത്തെ കുറിച്ചിട്ടുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി. പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു വല്ലാത്ത പദ്ധതി, ഒരിക്കലും പാളിപ്പോകാത്ത ഒരു പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു യഹ്യാ സിൻവാർ. എതിരാളിയെ തിരിച്ചടിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങളത് ചെയ്യില്ല, ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ വിശ്വസിപ്പിച്ചു. നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കാൻ അറിയുന്ന യഹ്യാ സിൻവാറിന് ഇസ്രായേലികളുമായി അടുത്ത് ഇടപഴകാനുള്ള കഴിവ് അപാരമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഹമാസിന്റെ യുവാക്കളെ ഭാഷയടക്കം പഠിപ്പിച്ചു. പിന്നീട് 18,000 ചെറുപ്പക്കാരെ ഇസ്രായേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് ഇസ്രായേലിലേക്ക് അയച്ചു. ഇവർ ഇസ്രായേലിൽ സംശയമില്ലാത്ത വിധം ജോലി ചെയ്ത് താമസിച്ചു പോന്നു. അതിനിടയിൽ ഇസ്രായേലിൽ താമസിക്കുന്ന പലസ്തീനികളുമായി ഇവർ വല്ലാത്ത ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. ഇവിടത്തെ പ്രാദേശിക സമുദായങ്ങളുടെ ജീവിത രീതികൾ കൃത്യമായി മനസ്സിലാക്കി 18,000 ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഭാഷ പഠിപ്പിച്ചെടുക്കുവാണ്. വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിലേക്ക് അയക്കുന്നത്. ഇസ്രായേലർ ഇവരെ വിശ്വസിച്ചു, ജോലിയും കൊടുത്തു. ഇതിനിടയില് ഇവരുമായി നല്ല രൂപത്തിലുള്ള ബന്ധവും ഇസ്രായേലികൾ സ്ഥാപിച്ചു, പലസ്തീനികളും സ്ഥാപിച്ചു. ഇവിടുത്തെ പ്രാദേശിക സമുദായങ്ങളുടെ ജീവിത രീതികൾ കൃത്യമായി ഇവർ അടുത്തറിഞ്ഞു, മനസ്സിലാക്കി. 2 വർഷത്തെ കുറ്റമറ്റ ആസൂത്രണത്തിന് ശേഷമാണ് ഹമാസ് ഇസ്രായേലിന്റെ അതിർത്തി മുറിച്ച് കടന്ന് ഒക്ടോബർ 7-ാം തീയതി ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേലി വനിതകളെ ബലാത്സംഗം ചെയ്തും കൊന്നും കുട്ടികളെ വെടിവെച്ചും തല വെട്ടിയെടുത്തും ക്രൂരമായ അഴിഞ്ഞാട്ടം നടത്തിയവർ. 1000കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരം ചെയ്ത ഇസ്രായേൽ ഇതിനോടകം 11,000 ഗാസക്കാരെ വധിച്ചു കഴിഞ്ഞു. പക്ഷേ അവരുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയ യഹ്യാ സിൻവാർ ആയിരുന്നു. ഹമാസിന്റെ ഈ ഹിറ്റ്ലർ ഏത് ടണലിനുള്ളിൽ ഒളിച്ചാലും ശരി വെടിവെച്ച് കൊല്ലണം എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷേ ഇത്രയും വലിയ ആക്രമണം ഇസ്രായേലിന്റെ മണ്ണിൽ അഴിച്ചു വിട്ടിട്ടും വീമ്പിളക്കാൻ യഹ്യാ സിൻവാർ ഇതുവരേക്കും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ ഭീരുക്കളെയാണ് കേരളം വിളിക്കുന്നത് പോരാളികളെന്ന്. അയാളുടെ ബുദ്ധി അങ്ങനെയാണ്, ആളാകാനല്ല. കൃത്യമായി ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുകയും അത് പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച് കാണിക്കുകയും ചെയ്യുക എന്നതാണ് യഹ്യാ സിൻവാറുടെ രീതി. ഈ കുറുക്കനെ വെടിവെച്ച് കൊല്ലാതെ ഇസ്രായേൽ സേന പിൻവാങ്ങുമെന്ന് തോന്നുന്നില്ല. ഗാസയിലെ ഏതോ ഒരു തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഈ കുട്ടി ഹിറ്റ്ലറെ വെടിവെച്ച് കൊല്ലാതെ ഇസ്രായേൽ ദൗത്യം അവസാനിപ്പിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിട്ട് ഓർമ്മിപ്പിച്ചിരുന്നു. നന്ദി.